എടാ ഉറക്കാണോ? ഉറക്കാനുള്ള എടപ്പിയാരി ഞാൻ വന്നിട്ട് ഒരാഴ്ചടാ. വൈഫില്ലേ കൂടാ? വൈഫില്ല, അവക്ക് ലീവില്ല. അമ്മ ദേ UK അയപ്പ് വന്നേക്കണ്. അല്ല എന്തിട്ടപ്പ പരിപാടി? പുറത്തേക്ക് ഇറങ്ങാറില്ല നീ? പുറത്തോട്ടൊക്കെ ഇറങ്ങാറ്. ഞാനിപ്പോ ഇന്റർവ്യൂസ് ഉണ്ട്, ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ നാട്ടിൽ തന്നെ കൂടെയുള്ള പരിപാടിയാണല്ലേ? അതെന്റെ ചെറുപ്പം തൊട്ടുള്ള ഒരു ഡ്രീമാടാ. പ്യാരി കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണട്ടാ. അപ്പൊ കാര്യം ഞാൻ പറയാ, പണി കിട്ടണ നാട്ടിൽ തന്നെ കിട്ടണ നല്ലത്. പക്ഷെ ഈ സംവരണവും സ്വാധീനവും ഇല്ലാതെ ഈ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് എനിക്ക് ജോലി കിട്ടാൻ പോകുന്നില്ല ഇവിടെ. നാട്ടിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അധ്യാപകനായിട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എടാ ഇപ്പൊ എന്റെ കാര്യം നോക്ക്, എനിക്ക് ഡിഗ്രി പോലും ഇല്ലായിരുന്നു. നീ ഇപ്പൊ എന്തൊക്കെ എടുത്ത് കൂട്ടിയേ? എന്നിട്ടിപ്പോ നീ ഇപ്പഴും ജോലി ഇട്ടാണ്ടിരിക്കുകയാണ്. എന്റെ വൈഫ് നേഴ്സ് ആയതുകൊണ്ടല്ലേ നിനക്ക് പോകാൻ പറ്റിയത്. അതെ, എന്നിട്ട് അവിടെ പോയിട്ട് ഞാൻ ജോലി സമ്പാദിച്ചല്ല അതല്ലേ? എന്നിട്ടാ അമ്മാകെ നിറച്ചല്ല മുടിയൊക്കെ. പിന്നെ പ്രായമില്ലേ? എന്താ എപ്പഴാ വന്നേ? വന്നിട്ട് ഒരാഴ്ചയായിട്ടാ. ആകെ മാറിയില്ല. ഇത് ബിഗാട്ടാ. പോയിട്ട് അവിടുത്തെ കാലാവസ്ഥ നമുക്ക് പിടിക്കില്ലല്ലോ. മുടിയൊക്കെ പോയി. ഭാര്യയും കുട്ടികളൊക്കെ? ഭാര്യ കുട്ടികൾ ഭാര്യ ജോലിക്ക് പോകും, അവിടെ നേഴ്സല്ലേ. ഓ, അപ്പൊ നീ കുട്ടികളെ നോക്കാൻ അവിടെ പോയി നിക്കണേ? ഏയ് എനിക്ക് ജോലിയുണ്ട്. ജോലിയോ? എന്താ ജോലി? വേറെ ഹൗസില്. മണ്ടുവോ? എന്നാലും തിരിച്ചു പോകാൻ ചോദിക്കല്ലട്ടാ. പോണില്ലേ? പോവാറ്റല്ല, എല്ലാവർക്കും തന്നെ ചോദിക്കാനല്ലേ. അതുകൊണ്ടാ. അപ്പൊ മാങ്ങ കൂട്ടാനല്ലേ? നല്ല ഉണക്ക ചെമ്മീനും മുരിങ്ങക്കായിട്ട് അപ്പൊ ഇതിട്ടിട്ട് ഒരു കറിയായിട്ട് വെക്കാം. കൊതിപ്പിക്കലട്ടാ. അപ്പൊ ഞാൻ കഴിച്ചിട്ട് പോകണോന്ന്. അത്രയും മതി, ചോറുണ്ടിട്ട് പോയാ മതി. ശരി, വെള്ളത്തിലെടുക്ക്. അതല്ലേ ഈ എന്താ ജോലി എന്താ പറഞ്ഞ? ഞാനിവിടെ വേറെ ഹൗസിലാണമ്മേ. എന്താടാ അമ്മ വെയർ ഹൗസ് എന്ന് പറഞ്ഞ ഇവിടുത്തെ വലിയ ഗോഡൌണുകളൊക്കെ ഇല്ലേ? ഗോഡൌൺ ഹൈടെക് ആണ് കേട്ടാ. ഗോഡൌണിലെ ജോലി എനിക്കേ നിനക്ക് അവിടെ ജോലി ചെയ്യോ? ജോലിയായി. ഈ ഗോഡൌണിലെ ജോലി എന്ന് പറയുമ്പോ ചാക്കേറിന്റെ ജോലിയില്ലേ? അതൊന്നും വേണ്ടട്ടാ, അതൊക്കെ കമ്പ്യൂട്ടറാണ്. നമ്മൾ സൂപ്പർവൈസിങ് മാത്രം. സൂപ്പർവൈസറാണ് ഞാൻ. അത് ശരി. നോക്കൂലി? നോക്കൂലട്ടാ. അച്ഛൻ നോക്കൂലി നോക്കാത്ത കൂലിയൊക്കെ നമ്മുടെ നാട്ടിലല്ലേ. അവിടെ അതൊക്കെ പറഞ്ഞിരുന്നുണ്ടല്ലോ, നമ്മുടെ ജോലി അങ്ങോട്ട് പോകും. പിന്നെ മേപ്പട്ട് നോക്കി ഇരിക്കേണ്ടി വരുള്ളൂ. അവൻ രക്ഷപ്പെട്ടച്ചാ. മോനെ, അവിടെ ഈ അധ്യാപകർക്ക് വല്ല ജോലിയും കിട്ടും? പിന്നെ ഞാനിവനോട് കഴിഞ്ഞോളപ്പം പറഞ്ഞല്ലേ, അവന് താല്പര്യം എടുക്കണ്ടല്ലേ. അവൻ ഇവിടെ തന്നെ വേണമെന്ന് പറഞ്ഞ് കുത്തിയിരിക്കല്ലേ. അമ്മ ഞാൻ ഈ PG JRF ഒക്കെ എടുത്തിട്ട് പിന്നെ അവിടെ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടാനാണ് പിന്നെ പഠിച്ചെന്തിനാണ്? എടപ്പിയാരി, നീ ഇപ്പൊ പറഞ്ഞ PG JRF ഒക്കെ ഇല്ലേ, അതിലൊക്കെ അവിടെ ഭയങ്കര ഡിമാൻഡാണ്. നീ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. എന്തുട്ടണ പിന്നെ ഇങ്ങനെ പറഞ്ഞാ മനസ്സിലാവില്ലാന്നേ. പ്യാരിയെ, നിന്റെ ജോലിക്കാര്യത്തിന് വേണ്ടിട്ട് MLA വരെ കണ്ടിട്ടാ ഞാൻ വരുന്നു. ഇത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അല്ലേ? അവന് മോരുവെള്ളം എന്തെങ്കിലും കുടിക്കാൻ. ഞാൻ ചോറ് ശരിയാക്കാം. മറ്റൊന്നും കൊടുത്തില്ലേ? കാറിലിരിക്കേണ്ട സ്കോച്ച് ഞാൻ മോരുവെള്ളം എടുത്തിട്ട്. നീ ഗൗരവമായിട്ടും ചിന്തിക്കും. എടാ റിസർച്ചിനുള്ള എന്തെങ്കിലും പ്രോഗ്രാം ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അവിടെ യൂണിവേഴ്സിറ്റിയിൽ കയറാന്ന്. നീ എന്തറിഞ്ഞിട്ട് ഈ പറയണ? അതിനൊക്കെ ഒരുപാട് പൈസ ആവൂലേ? എടാ കുറച്ച് കാശൊക്കെ ആവും. അതൊക്കെ കുറച്ച് മാസം കൊണ്ട് തന്നെ നിനക്ക് തിരിച്ചു പിടിക്കുക. നീ ഗൗരവമായിട്ടും ചിന്തിക്കും. നീ എടാ, എനിക്ക് ഈ നാട്ടിൽ തന്നെ നിന്ന് ഒരു അധ്യാപകനായിട്ട് ജോലി ചെയ്ത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നാട്ടിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. എടാ പ്യാരി, നിനക്ക് എത്രമാത്രം ക്വാളിഫിക്കേഷൻ ഉണ്ട്? എന്നിട്ട് ഈ നാടിന് നിന്നെ വേണ്ട. അപ്പൊ നിന്നെ വേണമെന്ന് ആഗ്രഹിക്കണ നാട് വേറെ ഉണ്ട്. അതാ ചിന്തിക്കാൻ പറയണത്. പിന്നെ ഈ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിലൊന്നും കൂടുതലാണ്ട് ആഴ്ന്ന് ചിന്തിക്കണ്ടട്ടാ. ഇപ്പൊ ഞാൻ നോക്കിയേ, അപ്പച്ചനും അമ്മച്ചിക്കും ഒരു ഹോം നേഴ്സിനായിട്ട് വെച്ചു കൊടുത്തു. പറയുമ്പോൾ എന്ത് 50,000 വീട്ടിലേക്ക് അയച്ചു കൊടുക്കണത്. അതൊക്കെ നിനക്കും കഴിയും. പിന്നെ സ്റ്റഡി വിസയിൽ UK പോകാനുള്ള കാര്യം അത് ഞാൻ ഗ്യാരണ്ടി.